അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഈ ഒരു മാസം ഇതുപോലൊരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഒരുപാട് വിഷമമുണ്ട്. നല്ലൊരു ദിവസം എങ്ങനെ തോന്നി ഈ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ? പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ പറയട്ടെ, ആത്മഹത്യ എന്നത് പാപമാണ്, കടുത്ത ഹറാമും കൂടിയാണ്. അത് ചെയ്തവർക്കും അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും പടച്ചറബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമായിരിക്കും. പടച്ചറബ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ ഒരു വാർത്തയും ഈ കുട്ടിയുടെ ഫോട്ടോയുമായിരുന്നു. കണ്ടപ്പോൾ ഒരുപാട് വേദന തോന്നിയ ഒരു മരണ വാർത്തയാണിത്. 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, സ്വയം ജീവൻ ഇല്ലാതാക്കി എന്നാണ് വാർത്തയിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. മലപ്പുറത്ത് നവവധു വീട്ടിൽ മരിച്ച നിലയിൽ എന്നായിരുന്നു വാർത്ത. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ചില മരണങ്ങൾ, ആ മരണത്തിന് നമ്മളും കൂടി കാരണക്കാരാവുകയാണ്. നമ്മൾ കൂട്ടുകാര്, നമ്മൾ വേണ്ടപ്പെട്ടവര്, അല്ലേ ഉമ്മ ഉപ്പ, അവരെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്, അവരെ അറിയാതിരിക്കുമ്പോഴാണ് അവർ ഇതുപോലുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ അറിയാൻ ശ്രമിക്കുക, അവരുടെ കൂടെ നിന്ന് അവർക്ക് ശക്തി പകർന്നു കൊടുക്കുക. ഇതുപോലെ ചെയ്യുന്നത് വളരെ സാധുവായ പാവങ്ങളാണ്. പ്രതികരണശേഷിയില്ലാത്ത പാവം മോളായിരിക്കും. പ്രതികരണശേഷിയില്ലാത്തവരാണ് ഇതുപോലെ സ്വയം ജീവനൊടുക്കി പ്രതികാരം ചെയ്യുന്നത്. അവരുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കും: സ്വയം ശിക്ഷിച്ച് പകരം വീട്ടുക. മരണപ്പെട്ടിരിക്കുന്നത് ചിയാനൂർ അരുവായിൽ അസറിൻ്റെ ഭാര്യ അസ്നയാണ് ഇതുപോലെ മരണപ്പെട്ടത്. 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. ജീവിതം എന്താണെന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ജീവിതമാണ്, പല വിധങ്ങളാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ. അതിനെ തരണം ചെയ്ത് ജീവിക്കുക. ജീവിക്കാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, മരിക്കാനല്ല. ജീവനെടുക്കാനുള്ള അർഹത പടച്ചറബിന് മാത്രമേ ഉള്ളൂ. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്ത് ജീവിക്കുക, നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതിനെയൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് ജീവിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അതിനെ നമ്മൾ അതിജീവിച്ച് നോക്കിയേ, ആ ഒരു നിമിഷവും കടന്നു പോകും. പിന്നെ നമ്മൾ ചിന്തിക്കും, നമ്മൾ അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പൊട്ടത്തരമായി പോയേനെ എന്ന്. ഇത്രയേ ഉള്ളൂ ആത്മഹത്യ എന്ന ഈ മരണം. ആ ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു പൊട്ട ബുദ്ധി, അതിനെ നമ്മൾ അതിജീവിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാകും, നമ്മൾ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു പൊട്ടത്തരമായി പോയനെ എന്ന്. ഇന്നത്തെ മക്കൾക്ക് ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല. അതാണ് മക്കൾക്ക് നമ്മൾ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ജീവിതമാണ്, ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. പ്രശ്നങ്ങളെ തരണം ചെയ്ത് അതിജീവിക്കാൻ പറഞ്ഞു കൊടുക്കുക. നമുക്ക് എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ, ഒരിക്കലും നമ്മൾ ഇതുപോലെ ചെയ്തുവിടാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബ് കാരുണ്യവാനാണ്. റബ്ബിനത് സഹിക്കാൻ പറ്റില്ല. പടച്ചറബ്ബ് പുറത്തു തരട്ടെ. ഏറെ സങ്കടം തോന്നിപ്പോയ ഒരു വാർത്തയാണിത്. ചങ്ങരംകുളം ടിപ്പുനഗർ കുറ്റിപ്പുള്ളിയിൽ ഷംസുദ്ദീൻ്റെയും നദീറയുടെയും പൊന്നുമോളാണ് മരണപ്പെട്ട അസ്ന എന്ന ഈ പെൺകുട്ടി. കല്യാണം കഴിഞ്ഞ് മാസങ്ങളേ ആയുള്ളൂ. അസർ എന്ന ചെറുപ്പക്കാരനായിരുന്നു അസ്നയെ വിവാഹം കഴിച്ചത്. ഭർത്താവ് അസർ എടപ്പള്ളിയിലെ ഒരു ഇലക്ട്രിക് കടയിലെ ജീവനക്കാരനായിരുന്നു. 2 ദിവസം മുമ്പാണ് അസ്ന സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. അവിടെ എത്തി ശനിയാഴ്ച വീടിൻ്റെ മുകളിലത്തെ കിടപ്പുമുറിയിൽ അസ്നയെ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ്. ഉടനെ തന്നെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കിടപ്പുമുറിയിൽ തൂങ്ങിയതാണത്രേ. വാർത്തകൾ പലതരത്തിലും വരുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്തെന്നും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ചെയ്തെന്നും അങ്ങനെ 2 തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സത്യാവസ്ഥ അറിയുന്നവർ താഴെ കമൻ്റ് ചെയ്യുക. എന്തെന്നായാലും ആ കുട്ടി മരണപ്പെട്ടു. മരണപ്പെട്ടവർ പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ആ കുട്ടിക്ക് മാഫിറത്തിന് വേണ്ടി പടച്ചറബിനോട് എല്ലാവരും ദുആ ചെയ്യുക. ആർക്കും ഇനി ഇതുപോലൊരു ബുദ്ധി തോന്നാതിരിക്കട്ടെ. ഇതുപോലെ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തോന്നുകയാണെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർക്ക് ശക്തി പകർന്നു കൊടുക്കുക. അവരെ കൈവിടാതെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നിങ്ങൾ കൊടുക്കുക. മരണം എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല. ജീവിതം ജീവിച്ച് തന്നെ തീർക്കുക. ഏതായാലും നമ്മൾ മരിക്കാൻ തയ്യാറായി, അതൊന്ന് ജീവിച്ചു നോക്കിയിട്ടായിക്കൂടെ? ഏതായാലും നമ്മൾ മരിക്കാൻ പോവാണ്. ചിലപ്പോൾ വിഷമങ്ങൾ കൊണ്ടാകാം, പേടി കൊണ്ടാകാം. അതിനെ നമ്മളൊന്ന് തരണം ചെയ്ത് നോക്കിക്കൂടെ? നമ്മൾ ഏതായാലും മരിക്കല്ലേ, അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വലിയൊരു പൊട്ടത്തരമായി പോയേനെ എന്ന്. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്
മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ഇന്ന് ആളുകൾ പലതരത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. നമ്മുടെയൊക്കെ മരണം എങ്ങനെയായിരിക്കുമെന്ന് പടച്ചറബിന് മാത്രമേ അറിയൂ. അപ്പോൾ മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ പടച്ചറബ് ഈമാൻ നിലനിർത്തി തരട്ടെ. ഈമാൻ വിട്ടുള്ള ഒരു കളിയും നമ്മൾ കളിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ. റമദാൻ മാസമാണ്. പടച്ചറബ് എല്ലാവർക്കും 30 നോമ്പ് നോക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. ആമീൻ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, അസ്ന എന്ന ഈ ഒരു ചെറിയ മോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ചറബ്ബേ, പുറത്തു കൊടുക്കണേ റബ്ബേ. പലതും നമ്മൾ കേൾക്കുന്നു റബ്ബേ. ആ പൊന്നുമോള് ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. വിഷമങ്ങളും പ്രയാസങ്ങളും കാരണം ചെയ്തു പോയതായിരിക്കും റബ്ബേ. ആ കുട്ടിക്ക് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ആത്മഹത്യ പോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. ഇതുപോലൊരു ബുദ്ധി ഒരു മക്കൾക്കും നീ തോന്നിപ്പിക്കല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തരണേ റബ്ബേ, സ്വാലിഹത്താക്കി തരണേ റബ്ബേ. പടച്ചറബ്ബേ, ആ പൊന്നുമോളുടെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. ആ പൊന്നുമോൾ ചെയ്ത എല്ലാ നന്മ പ്രവൃത്തികളും ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പുണ്യ റമദാൻ മാസത്തിലെ പ്രതിഫലം ആ പൊന്നുമോൾക്ക് നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, എന്താണ് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. എന്ത് വിഷമമാണ്, എന്ത് പ്രയാസമാണ് ആ മോൾക്ക് ഉണ്ടായത് എന്ന് നമുക്കറിയില്ല റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ആ പൊന്നുമോളുടെ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആവാസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരും മുഷിപ്പ് തോന്നരുത്, മരണപ്പെട്ടവരാണ്.